ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് അമ്മ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോണേ? കാടമുട്ടയോ? കാട ഫ്രൈ. ഇതിനു മുമ്പ് കാട ഫ്രൈ കഴിച്ചിട്ടുണ്ടോ? കടയിൽ കഴിച്ചിട്ടില്ലേ? അറിഞ്ഞിട്ടില്ല, ഓർമ്മയില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാട ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. കഴിച്ചിട്ടുണ്ട്. അയ്യോ കാക്കേ, ഒന്നാമത് എനിക്ക് മൈക്കും കുന്തമൊന്നും ഇല്ല. എൻ്റെ ഇടയ്ക്ക് കാക്ക അവിടെ വന്നിടന്ന് എന്നെ കേൾപ്പിക്കണേ. കഷ്ടം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ട് പുറത്തു പോവാം. പുറത്തു പോയിട്ട് തിരിച്ചു വന്നിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കും അല്ലേ? വണ്ടി കഴുകാൻ പോണ കൊച്ചിനെ പിടിച്ചിരുത്തി വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ പാവം കുട്ടിയാണ്. എല്ലാവർക്കും എന്നൊക്കെ ഉണ്ട് വിശേഷം. ആരോ പറഞ്ഞ് കുക്കറിൽ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. ഈ വീട്ടിലുള്ളവർ കണ്ടാൽ എന്നെ സമ്മതിച്ചല്ല, ഇങ്ങനൊന്നും ആരും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചല്ല. അതുകൊണ്ട് ഒരു കുത്തിക്കുട്ടിക്കില്ല, എൻ്റെ മോൻ പോവും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അത് ഞാൻ ആരും അറിയിക്കുന്നില്ല. ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ആദ്യമായിട്ട് ചെയ്യാനുള്ളൂ. അയ്യോ, ആരും ഇത് അനുകരിക്കരുത്, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുക. അയ്യോ, ഇതേ പിടിക്കണ്ട, മറന്നു പോയതിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ എയർ ഫുള്ള് പോട്ടെ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം ഞാനതിൻ്റെ പൊടികൾ ഇതോട്ടെ. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ പൊടികൾ എടുത്തിട്ട് വരട്ടെ കേട്ടോ. അതൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ട് നിൽക്കണ്ടേ, അത് ചെയ്യത്തില്ല. പിന്നെ ഞാനിതിലേക്ക് ഇട്ടത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ. കാരണം കാശിക്കുട്ടിന് എരിവ് പറ്റത്തേ ഇല്ല. അതുകൊണ്ട് പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇട്ടില്ല, ഇടട്ടെ കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ലേശം മല്ലിപ്പൊടി, വലിയ ജീരകത്തിൻ്റെ കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ലെമൺ ജ്യൂസ് വേണം കേട്ടോ, ഒരു ഇത്തിരി. ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കാൻ പോവാണ്. സംഭവം എന്താ, ഇവിടെ ഇതൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. നല്ലൊരു മണം കേട്ടോ കാട വെന്ത് കഴിയുമ്പം. ഞാനൊരു ജ്യൂസി ടെക്സ്ചർ ആക്കിയിട്ടുള്ള ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പം നോക്കാം. ജ്യൂസി ആയിട്ട് ചെയ്യാൻ നോക്കുവാണ്. മീനിലൊക്കെ ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇതിൽ ചെയ്താൽ മതി. മസാല വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. മസാല വ്യത്യാസം ഉള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ആക്കി നോക്കട്ടെ. അല്ലെങ്കിൽ കാട ഫ്രൈ നമ്മൾ നോർമലി മിക്കയിടത്തുനിന്ന് തന്നെ മേടിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതെനിക്ക് പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ ആഗ്രഹമുണ്ട്. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേറെ പല ഫുഡുകളും ഉണ്ടാക്കിയ ആ ഒരു അനുഭവ സമ്പത്ത് വെച്ചിട്ട് എനിക്ക് നോൺ വെജ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. പച്ചക്കറി ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല. നോൺ വെജ് കൊണ്ടു തന്നെ ഇതുപോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ കൊണ്ടു തന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. കഴിക്കാനായിട്ടും കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ അവർക്ക് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ്. കാരണം അവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പം ഞാൻ എന്തായാലും ജ്യൂസി കാട ഫ്രൈ ഉണ്ടാക്കാൻ നോക്കുവാണ്. അപ്പം നോക്കാം എങ്ങനെയാവുമെന്ന്. ആദ്യം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. കാക്കനെ കൊണ്ട് ഭയങ്കര പ്രശ്നമായിക്കോട്ടെ. കുറേ നേരമായി. സ്പൂണിട്ട് ഇളക്കണോ കൈയിട്ട് ഇളക്കണോ? കൈയിട്ട് ഇളക്കിയാൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും സ്പൂണിട്ട് ഇളക്കിയേക്കാം. ആരാണ് അവിടെ തുമ്മുന്നത്? ഇത് ഫുള്ള് നമ്മളിതിൽ തേച്ച് പിടിപ്പിക്കാനുള്ളതല്ല. ഇത് കുറച്ച് നമ്മൾ ഒരു ജ്യൂസി ടെക്സ്ചറിന് വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. എന്നാലും സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത്രത്തോളം കാടയുണ്ട്. അപ്പം ഇതിപ്പോൾ നമ്മൾ വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അധികം വെന്തിട്ടില്ല, ഒരു ഹാഫ്. അപ്പോൾ ഇത് നമ്മൾ നല്ല ഇതിൽ തേച്ച് പിടിപ്പിക്കാൻ പാകത്തിന് സെറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിപ്പോൾ അങ്ങനെ ഇത് തന്നെ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമില്ലേ, അത് വെച്ചിട്ട് തന്നെ സെറ്റാക്കി എടുക്കുക. അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവാതെ കിട്ടുമല്ലോ. കൂടി പോവാ. എല്ലാം എൻ്റെ കൈക്കണക്കാണ്. ഇതിനൊന്നും ഒരു ഇതില്ല. മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കുറച്ച് ഇടാവുള്ളൂ. മല്ലിപ്പൊടി എക്സ്ട്രാ ഇടുന്ന പൊടികളില്ലേ, അങ്ങനത്തെ പൊടികളെല്ലാം കുറച്ച് ഇടാവുള്ളൂ. മുളക് പൊടി ഇച്ചിരി മുന്നിൽ നിന്നോട്ടെ. കുരുമുളക് പൊടി മുന്നിൽ നിർത്തണവർക്ക് കുരുമുളക് പൊടി മുന്നിൽ നിർത്താം. ഇവിടെ എരിവൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു ഇത്രയും വേണോ? കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാം അല്ലേ?
അമ്മേ, കടും കൈയാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കിത് പെട്ടെന്ന് ചെയ്തിട്ട് വേണം പുറത്ത് പോകാനായിട്ട്. അതുകൊണ്ട് ഞാനിത് സ്പീഡ്. അയ്യോ, ഉപ്പിട്ടില്ല. ഉപ്പൊക്കെ ഇടണ്ടേ? ഇവിടെ ഒരു സ്പൂൺ ഉണ്ടായിരുന്നല്ലോ, അത് കാണാനില്ല. ഉപ്പിട്ടിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ജ്യൂസി ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കുമ്പം എന്താ മുള്ളോ? നമ്മുടെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ച് വെച്ച് തരണം. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇലയുടെ നാര മുള്ളു. അത് ജ്യൂസി ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഉപ്പ് വേണം, അല്ലെ നമുക്ക് പണി കിട്ടും. കുരുമുളക് പൊടിയുടെ എരിവുണ്ട്. കാശി ഒരു ഇച്ചിരി എരിവെന്നും പറഞ്ഞവൻ ആ ഫുഡ് വേണ്ടാന്ന് പറയും. അവന് വേണ്ടാന്ന് പറയാൻ അതൊരു കാരണമാക്കി എടുക്കും. അപ്പം അത്യാവശ്യത്തിന് ഉപ്പായിട്ടുണ്ടാകണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ജ്യൂസി ടെക്സ്ചറിന് വേണ്ടി ഒരു ഇത്തിരി മസാല നമ്മൾ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇത്രയും. അപ്പോൾ നമ്മൾ ഇത്രയും മസാല മാറ്റി വയ്ക്കുവാണ്. ബാക്കി നമുക്ക് നമ്മുടെ ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. കുറച്ചും കൂടെ മാറ്റണോ? വേണ്ട, കുറേ ഉണ്ട് സംഭവം. ബാക്കി നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ. ചൂടുണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ പുറത്ത് പോവുകയാണ്. ഞാനത് ഫുള്ള് ഇതിനകത്തേക്ക് തട്ടി വരും. കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അടി കിടന്നത് വെള്ളത്തിൻ്റെ ഉള്ളിലേക്കല്ലേ, വെള്ളത്തിൻ്റെ അകത്താണല്ലോ കിടന്നത്. അപ്പോൾ അതിന് നല്ല ചൂടുണ്ട്. അപ്പം അതൊന്ന് തണുക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഈ ചെറിയ പാത്രത്തിലിട്ട് ഞാനിത് ഇളക്കി എങ്ങനെ സെറ്റാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിലും വലിയ പാത്രമൊന്നും ഈ വീട്ടിൽ കിട്ടാനില്ല. കാരണം ഞങ്ങൾ 3 ആൽമക്കളെ ഇവിടെ ഉള്ളതുകൊണ്ട് ഒരുപാട് പാത്രങ്ങളൊന്നും നമുക്ക് പെരുമാറാനായിട്ടില്ല. എന്നാലും നോക്കട്ടെ, ഇതിനേക്കാളും ഒരു ഇത്തിരി വലുപ്പമുള്ളതെങ്കിലും ഉണ്ടാവാതിരിക്കില്ലായിരിക്കും. ഞാൻ നോക്കട്ടെ കേട്ടോ. കുറച്ച് വലുപ്പമുള്ള ഒരു പാത്രം കിട്ടി, നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കഷ്ടമാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ജ്യൂസി ടെക്സ്ചർ വേണം. അതാണ് കവി ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹലോ, വേവിച്ചതല്ലാതെ പെരട്ടി വേണം. ചൂടുണ്ട്. എൻ്റെ ഹെൽപ്പർ ആൻഡ് എൻ്റെ എല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ എല്ലാം ചെടിയുടെ വള്ളിയാട്ടോ അതിൻ്റെ ഇടയ്ക്കോടെ നിൽക്കുന്നത്. അത് മാറ്റാനുള്ള ഒരു അവകാശമില്ല. കാശിക്കുട്ടാ, ഓണല്ലേ? ഓണപ്പാട്ട് പാടും. താല്പര്യമില്ലാത്തൊന്നും ചെയ്തത്. ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞേക്കുന്ന ഒരു ഗ്രേവി ഉണ്ട്. ആ ഗ്രേവി ഇത് വേവിച്ചപ്പോൾ ഉള്ള ആ ചാറില്ലേ, ഈ എടുത്ത് വെച്ച സാധനം ആ ചാറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് കിട്ടിയാണ്. പക്ഷെ ഞാൻ ആ സാധനം മൊത്തത്തോടെ കമത്തിക്കളഞ്ഞു. ഇത് നോർമൽ സാധനം, പക്ഷെ ഇത് നമ്മൾ പെരട്ടിയത് അന്യായ സാധനം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടി കിടക്കുന്നത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തങ്ങ് വെക്കാം. ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് വരുമ്പോൾ അത് കൂട്ടി ചെയ്യാം. അത് ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രേവി കളയരുത്. നോട്ട് ദി പോയിന്റ്. യെസ്, എൻ്റെ കൊച്ച് എല്ലാം പഠിക്കും. എൻ്റെ കൂടെ ഏത് സമയം കുക്ക് ചെയ്യാൻ എല്ലാത്തിനും ഹെൽപ്പല്ല, എൻ്റെ കൂടെ ഇടിച്ചിടിച്ച് നിൽക്കും. എൻ്റെ കൊച്ച് വലുതാകുമ്പോൾ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലേ? കാട ഫ്രൈ. യെസ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരു ചിലതൊക്കെ പൊട്ടിപ്പോയിട്ടോ എൻ്റെ ഇളക്കിൻ്റെ അതും കൊണ്ട് നമ്മൾ വേറെ പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. എന്നിട്ട് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോൾ കഴിക്കുന്നില്ലല്ലോ നമ്മൾ. ഒരെണ്ണം വേണോ? ആ, കൊച്ചിന് ഒരെണ്ണം ഉണ്ടാക്കി തരാമല്ലോ. അതിനിപ്പോൾ എന്നാ? അപ്പോൾ അത് ചെടിയുടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രേവിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എടുത്ത് വെക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഇതാട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ ജ്യൂസി ആയിട്ടുള്ള അൽഫാമൊക്കെ കഴിക്കില്ലേ, അതുപോലെ
അങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു. സബാഷ്. അതെ, ഞങ്ങളിന്ന് സബാഷ്, ഇന്ന് ഞങ്ങൾ കുറച്ച് സബാഷേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് എല്ലാ ദിവസവും നാളെ നമുക്ക് കുറേ സബാഷ് പറയണമല്ലോ പിന്നെ. നാളെ ഞങ്ങൾ ഫുള്ള് സബാഷായിരിക്കും. അപ്പം ഞാൻ ഈ ഗ്രേവിയും കൂടെ ഈ ഒരു പാത്രത്തിലേ എന്നിട്ട് ഞങ്ങളൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു സംഭവമാണ് ഇനി വന്നിട്ടുണ്ടാക്കാൻ പോകുന്നത്. കുറെ നേരമായി പറയുന്നു, ഇന്നെങ്ങും ഉണ്ടാക്കി കാണിക്കുമല്ലേ. അതേ ഞാനിതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് വരുമ്പോഴായിട്ട് ഉണ്ടാക്കുള്ളൂ, ഉണ്ടാക്കത്തില്ല. കൊച്ചിനും ഉണ്ടാക്കി തരാം. എൻ്റെ കൊച്ചിന് ഒരെണ്ണം ഉണ്ടാക്കി കൊടുത്തില്ല, പിന്നെ ഞാൻ എന്തിനാണ് കൊതുക് വട്ടമായിട്ട് വറക്കുന്നുണ്ട്. നീ കൊതുകിനെ കൊണ്ടല്ലേടാ വന്നത്? കാച്ചിന് കണ്ട ഒരു കൊതുക് പോലും വെറുതെ ഇടാറില്ല. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പം ഗ്രേവി നമ്മൾ കളയാൻ പാടില്ല. ഇതിൽ നിന്ന് പഠിച്ച പാഠം, ഗ്രേവി നമ്മൾ കളയാൻ പാടില്ല. പുതിയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കും അല്ലേ പിന്നെ? യെസ്. എൻ്റെ കൊച്ചിനെ എല്ലാം യെസ്സാണ്, ഒന്നിനും നോ പറയത്തില്ല. ഫുഡ് കഴിക്കാൻ വായിലേക്ക് വെക്കുമ്പോൾ മാത്രം നോ പറയും അല്ലേ, മിടുക്കൻ. അപ്പം നാളെ തൊട്ട്, ഇന്ന് തൊട്ട് കാശുകൂട്ട് നല്ലൊരു ഫുഡ് കഴിക്കും അല്ലേ? ഇന്ന് തൊട്ട് കാശുകൂട്ട് നല്ലതായിട്ട് ഫുഡ് കഴിക്കും. ഇന്ന് തൊട്ട് ഞാനൊരു ചെടിച്ചട്ടിയിൽ ചാരി വെച്ചിരുന്നു, അതിൻ്റെ പേര്. അതാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഇതാ കിടക്കുന്നു കൊതുകു. അപ്പം കൈ വെച്ച് കൈ പോയി. ഇത് എണ്ണയിലോട്ട് മുക്കിയല്ലോ. പോയതൊന്നുമില്ല, എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോയില്ല. ചിലപ്പോൾ പോയായിരിക്കും, ചിലപ്പോൾ പോയി. ഞാൻ എന്താ പറയുക. അപ്പം നമുക്ക് ഒരെണ്ണം കാശിക്കുട്ടിനെ ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പോവാട്. അത് ഞാൻ ആരെയും കാണിച്ചു തരുന്നില്ല. അത് ഞാൻ പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഹലോ, അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. അത് ഒരെണ്ണം ഞാൻ കാശിക്കുട്ടിന് വേണ്ടി ചെയ്തില്ല, അത് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവും. അത്രയ്ക്കൊന്നും ഇല്ല, എന്താ പോലെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെ പിന്നെ ഉണ്ടാക്കാനുള്ളൊരു ഇതുണ്ടാവും. അമ്മ കുറച്ച് മുമ്പ് ഉണ്ടാക്കി തന്ന കാട ഫ്രൈ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഭയങ്കര ഇഷ്ടമായിരുന്നു. പോകുന്ന വഴിക്കൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ അടിപൊളിയാണ്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. എൻ്റെ ഗ്രേവിയിലാണ് എൻ്റെ സീക്രട്ട് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏട്ടൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് പൊക്കി പറഞ്ഞു എനിക്കറിയാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കാൻ പോകട്ടോ, കാണിച്ചു തരാം. ഞാനും യെസ്, ഇതാണ് എൻ്റെ. കൊച്ചിന് എരിവില്ലാതാക്കി തരാം. എൻ്റെ ഗ്രേവിയിലാണ് എൻ്റെ എരിവെല്ലാം ഇരിക്കുന്നത്. അല്ലാതെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് അതിനെ കാണാൻ നല്ലതാ, കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ഗ്രേവിയിൽ ഉപ്പിട്ട് ഇളക്കാൻ വേണ്ടി പോവാണേ. ഇട്ടിട്ട് ഇത്രയും ഇതില്ലേ, കൈ കൊണ്ട് ഇനി ഇളക്കുന്നില്ല, എന്റെ കയ്യിൽ ഞാൻ പറ്റിക്കുന്നില്ല. നമ്മൾ ഷവായി, നല്ല ജ്യൂസി ഷവായി അൽഫാമൊക്കെ കഴിക്കുന്ന അരിവുണ്ടല്ലേ, ഷവായി ഒക്കെ കഴിക്കുന്ന ഒരു ഗ്രേവി കൂട്ടി നമ്മൾ ചപ്പാത്തി ആയിട്ടാണ് മേടിച്ചേക്കുന്നത്. ഇതിലൂടെ കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാം. ഇതിനിടെ പിന്നെ ഒരു സാധനം എന്ത് ചെയ്ത് ഒഴിച്ചുകൂടെ ചെടി. ഇത്രയും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇത് മതിയാവും. ഇനി നമുക്ക് ചപ്പാത്തിയും കൂടെ ഇതിൻ്റെ കൂടെ സെറ്റാക്കിയാൽ മതി. സംഭവം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കുറച്ച് വേവിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഫുള്ളായിട്ട് വേവിക്കാതെ വെച്ചേക്കുന്നതുകൊണ്ട് മസാലയൊക്കെ അതിനകത്ത് പിടിച്ചേക്കും. ഇപ്പോൾ നമ്മൾ കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് നന്നായിട്ട് അതിലേക്ക് അത് പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും അത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ആദ്യം ഞങ്ങൾ അപ്പം തന്നെ ചെയ്തില്ലേ, ആ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നല്ലതായിട്ട് കിട്ടിയായിരുന്നു. ഞാൻ പക്ഷെ കഴിച്ച് നോക്കിയില്ല. ഞാൻ കാടയായിട്ട് അത്ര സെറ്റപ്പിലല്ല, അതുകൊണ്ട് അന്നേരം എനിക്ക് കഴിച്ചു നോക്കാൻ തോന്നുന്നില്ലായിരുന്നു. ഞാൻ കുറേ സമയം നിന്ന് കഴുകി നിർത്തി. ബദറുൽ മുനീർ കുറേ സമയം നിന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ അതിൻ്റെ സ്മെല്ലെല്ലാം കിട്ടിയിട്ട് ഞാൻ അങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് അപ്പം കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ല വിശന്നിരിക്കുന്നത്. ഇപ്പം ഞാനൊരു പിടി പിടിക്കണം എന്ന് വെച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കണ്ടോ, പെട്ടെന്ന് തന്നെ മറിച്ചിട്ടു. ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് ഇതിൻ്റെ പുറത്ത് ഇതാവും. പിന്നെ ജസ്റ്റ് ഒന്ന് അതൊന്ന് വെന്തും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇനി ഞാൻ എൻ്റെ ഗ്രേവി പരിപാടിയിലേക്ക് കടക്കുക കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു സംഭവം ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി ഫോം തോന്നാനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നു. ഞാൻ ആദ്യം വെള്ളം ഒഴിക്കാതെ കേട്ടോ ചെയ്തത്. അതാണ് ഇവർ കുറേ ടേസ്റ്റി എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ചപ്പാത്തിക്ക് കഴിക്കാനുള്ളത് കൊണ്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടാക്കും. നമ്മൾ കുക്കറിൽ വേവിച്ചില്ലേ, അതിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടായിരുന്നെങ്കിൽ അത് വെച്ചിട്ടായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേനെ. ആ സമയത്ത് എനിക്ക് അത്രയ്ക്ക് ബോധം പോയില്ല, ഞാനത് കളഞ്ഞ്. അപ്പോൾ നമ്മൾ ഇത് ചൂടാക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ശരിക്കും ഞാനിതിൻ്റെ ഉള്ളിലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ചിക്കൻ നമ്മുടെ കാട ചിക്കനല്ലല്ലോ നമ്മുടെ കാട ഇട്ട് കൊടുക്കാൻ പോവാം. കണ്ടോ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ടോ? ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോൾ നമ്മൾ ഈ കാട ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. എണ്ണ ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ ആ ഒരു ഇത് വേണം നമുക്ക്. എന്നുവെച്ചാൽ ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുവാണ്. ഈ ഒരു സംഭവം ഇട്ടിട്ട് ഈ ഒരു സാധനം ഇട്ടിട്ട് നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കണ പോലെ തന്നെ ഗ്രേവി ഇട്ടിട്ട് രണ്ടാമതൊന്ന് ഫ്രൈ ചെയ്യുന്നു എന്നുള്ള രീതിക്ക്. കണ്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യില്ല, അതുപോലെ തന്നെ ഒരു സൈഡിട്ട് കുറച്ച് നേരം എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നു. എന്നിട്ട് മറ്റേ സൈഡിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ നല്ല ഇതിൻ്റെ എല്ലാം അതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി നമുക്ക് കിട്ടുകയും ചെയ്യും. ഉണ്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ മീൻ പൊരിക്കാൻ നേരത്ത് നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണാറില്ല, ഇങ്ങനെ മസാല ആദ്യം തന്നെ വട്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് മീൻ പൊരിക്കില്ലേ, ആ ഒരു മെത്തേഡ്. എനിക്കറിയില്ല കേട്ടോ, സാധാരണ ഇതുപോലത്തെ ഇതിനൊക്കെ ഗ്രേവി പോലെ ഉണ്ടാക്കും. ചപ്പാത്തി നല്ല ചൂടിൽ ഇതേ രണ്ട് കറക്കി തിരിച്ചിട്ടാൽ പൊന്തി വരും. അല്ലെങ്കിൽ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെയാണ് ആക്കിയത്. ഞാനിങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടി ഒരു തവി മറ്റേ ചട്ടകം എടുക്കാറില്ല, ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി, തന്നെ പൊങ്ങി വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഞാനെപ്പോഴും ഇഷ്ടമുണ്ടെന്ന് ഇങ്ങനെ പറയുമെങ്കിലും എല്ലായ്പ്പോഴും ഒന്നും അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്ത് നല്ല സ്വഭാവമാണ്, കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചില സമയത്ത് മടികളുണ്ട്. പിന്നെ ചെയ്യാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ മടിയാണ് എനിക്ക് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന പ്രവർത്തികളാണ് എനിക്ക്. കൊള്ളല്ലേ? കൊള്ളാല്ലേ? എങ്ങനെയുണ്ട് ഗ്രേവി? അല്ല, ഞാൻ ആരാ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കണേന്ന് ഓർത്തു. അപ്പൊ ഏട്ടൻ പറയുന്നു ഇത് നല്ലൊരു ഇതാണെന്ന്. ആണോ ഏട്ടാ? രാത്രിയായി. അപ്പം അടുത്ത ചപ്പാത്തി സെറ്റായി. അപ്പൊ നമുക്ക് കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഗുഡ് നൈറ്റ്. തീർക്കോ? ബൈ.